ഇപ്പം മലപ്പുറംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി, എറണാകുളംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താ ഇതിന്റെ മാനദണ്ഡം? ജനസംഖ്യയാണോ? ദൂരമാണോ? ജനസംഖ്യയാണെന്നുണ്ടെങ്കിൽ 1 കോടിയിൽ പരം ആൾക്കാർ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ താനെ ഇന്നേ വരെ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. താനെയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നടക്കുന്നുണ്ടോ? ഇദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ കളവാണ്, അല്ലെങ്കിൽ മഹാ അബദ്ധമാണ്. 2014 ഓഗസ്റ്റിലാണ് താനെ ജില്ല വിഭജിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല 25 വർഷത്തോളമായി ഈ താനെ ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്, അബദ്ധമാണ്. അതിനുശേഷം വിഭജനവും നടന്നിട്ടുണ്ട്. 2014 വിഭജനം നടന്നത്. നിങ്ങൾ ആദ്യം കാണുന്നതാണ് താനെ ജില്ലയുടെ മുമ്പുണ്ടായിരുന്ന മാപ്പ്. അതിൽ പിന്നെ ഡിവൈഡ് ചെയ്തതിനു ശേഷം പൽഘാർ ജില്ല, അത് മുകളിലെ ഭാഗം പൽഘാർ ജില്ലയും താഴെ കാണുന്ന വളരെ ചെറിയ ഭാഗം മുമ്പുണ്ടായിരുന്ന താനെ ജില്ലയുടെ വളരെ ചെറിയ ഭാഗം മാത്രമാണ് ഇന്നത്തെ താനെ ജില്ല എന്ന് മനസ്സിലാക്കുക. ആ പറഞ്ഞത് അബദ്ധമാണ്, അല്ലെങ്കിൽ കളവാണ്. കേരളത്തിൽ 40 ലക്ഷത്തിൽ പരം ആളുകൾ താമസിക്കുന്നു എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ തിരൂര് വേണം ജില്ലയായിട്ട് അടുത്തത് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണോ അടുത്തത്? ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള മലപ്പുറം ജില്ലയുടെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 27 കിലോമീറ്റർ മാത്രമേ തിരൂരിനുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് നിലമ്പൂർ ആയിക്കൂടാ? എന്നാൽ 65 കിലോമീറ്റർ അപ്പുറത്തുള്ള നിലമ്പൂർ ഉണ്ടല്ലോ. ഇത് മറ്റൊരു അബദ്ധമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. മലപ്പുറം ടു നിലമ്പൂർ ഡിസ്റ്റൻസ് 39 കിലോമീറ്റർ ആണ് നിലമ്പൂരേക്കുള്ളത്, 65 അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ വൈറലായ ഒരു റീലാണ് ജില്ലാ വിഭജനത്തെ എതിർക്കാൻ വേണ്ടി. പക്ഷെ ആ പറഞ്ഞതിൽ പലതും അർദ്ധസത്യങ്ങളോ അബദ്ധങ്ങളോ അല്ലെങ്കിൽ അസത്യങ്ങളോ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജില്ലാ കളക്ടറേറ്റ് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ 250 മുതൽ 300ഓളം സ്റ്റാഫ് അവിടേക്ക് വേണം. ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ മാത്രം സ്റ്റാഫ് സാലറി നിയർ അബൌട്ട് 3 to 4 crores ആണ് വരുന്നത്. ഇത്രയും ചെലവ് വരും, ഇത്രയും ഉദ്യോഗസ്ഥർ വരും, അതുകൊണ്ട് ജില്ലാ വിഭജനം വേണ്ട എന്നുള്ളതാണ്. അതൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. ഇത്രയും ഉദ്യോഗസ്ഥർ ഈ ജനങ്ങളെ സേവിക്കാൻ വേണം. ഇപ്പോൾ ആ വിഭജനം നടക്കാതെ അത്രയും ആളുകൾക്ക് ഒരു കളക്ടറേറ്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾക്ക് അത്രയും ഉദ്യോഗസ്ഥരുടെ സേവനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഉദാഹരണത്തിന് പത്തനംതിട്ട ജില്ലയുടെ കളക്ടറേറ്റ് സേവനം ചെയ്യുന്നത് 11 ലക്ഷം പേർക്കാണ്. മലപ്പുറം ജില്ലയുടെ കളക്ടറേറ്റ് സേവനം ചെയ്യുന്നത് 50 ലക്ഷം പേർക്കാണ്. എന്ന് വെച്ചാൽ 11 ലക്ഷം പേർക്ക് ഈ പറഞ്ഞ കോടികളും ഉദ്യോഗസ്ഥരും എല്ലാം സേവനം ചെയ്യുന്നത് 11 ലക്ഷം പേർക്കാണ്. അതേ സംവിധാനം മലപ്പുറത്ത് സേവനം ചെയ്യുന്നത് 50 ലക്ഷം പേർക്കാണ്. എന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥർ ആവശ്യമാണ്. താനെ ജില്ലയുമായി പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഇതിനെ മലപ്പുറം ജില്ലയായിട്ട് കമ്പയർ ചെയ്തിട്ട് താനെ വിഭജിച്ചിട്ടില്ല എന്നൊരു അബദ്ധം പറഞ്ഞു, അല്ലെങ്കിൽ കളവ് പറഞ്ഞു. എന്നിട്ടാണ് മലപ്പുറത്തിന് അത് ആവശ്യമില്ല എന്ന് ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ താനെ ജില്ലയിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഈ താനെ ജില്ലയിലുള്ളത്. 6 മുനിസിപ്പൽ താനെ, നവി, മുംബൈ അടങ്ങുന്ന 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും 4ഓളം മുനിസിപ്പൽ കൗൺസിലുകളും ഈ ചെറിയ പുതിയ താനെ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ താനെയാണ് ഒരു കോർപ്പറേഷൻ പോലും ഇല്ലാത്ത മലപ്പുറവുമായി ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ആ താനെ ജില്ലയിൽ എത്രമാത്രം വികസനമുണ്ട്, ഇവിടെ മലപ്പുറത്ത് അതില്ലല്ലോ. അത് തന്നെയാണ് കാരണം. താനെ ജില്ലയിൽ 8ഓളം കോർപ്പറേഷനുകളും 4ഓളം മുനിസിപ്പൽ കൗൺസിലുകളും എല്ലാം ഉണ്ട്. എന്നിട്ടും ആ താനെ ജില്ല വിഭജിച്ചിട്ടുമുണ്ട്. ഇവിടെ അതൊന്നും സമ്മതിക്കാതെ ചില ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്കതൊന്നും കിട്ടാത്തത്.